السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളും അതിൻ്റെ ആശയവും വിശദീകരണവും മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. صدق الله العلي العظيم. ആർക്കാണ് പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുക എന്നാണ് ആദ്യത്തെ 5 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. ഇനി ആർക്കാണ് ഖുർആൻ ഉപകാരപ്പെടാത്തത്, ഖുർആൻ ആർക്കാണ് പ്രയോജനപ്പെടാത്തത് എന്നാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. ആദ്യം പറഞ്ഞ ഗുണങ്ങൾ, ഖുർആൻ പ്രയോജനപ്പെടുന്നവരുടെ 6 ഗുണങ്ങൾ പറഞ്ഞു. 1, അവർ മുത്തഖികളായിരിക്കണം. 2, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരായിരിക്കണം, അൽ മുഅ്മിനു ബിൽ ഗൈബ്. 3, അവർ മുഖീമുസ് സ്വലാത്തായിരിക്കണം, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം. 4, അവർ മുൻഫിഖായിരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അൽ മുൻഫിഖു മിമ്മാ റസഖഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവനായിരിക്കണം. 5, അൽ മുഅ്മിനു ബിൽ കുതുബ് അസ്സമാവിയ്യ, മുൻകഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങളിലും അല്ലാഹു നബിക്കിറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നവരായിരിക്കണം, പ്രവാചകന്മാരിലും വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നവരായിരിക്കണം. 6 കാര്യം വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം. ഈ 6 ഗുണങ്ങളുള്ളവർക്കാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞ ആ ഗ്രന്ഥം ഉപകാരപ്പെടുക. ഇനി ഖുർആൻ പ്രയോജനപ്പെടാത്തവർ ആരാണ്, ഖുർആൻ ഉപകാരപ്പെടാത്തവരാരാണ്? അതാണ് തൊട്ടടുത്ത 6-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികൾ, തീർച്ചയായും സത്യനിഷേധികൾ, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം, അവർക്ക് കണക്കാണ്, സമമാണ്, അഅൻദർതഹും, നീ അവരെ താക്കീത് ചെയ്താലും, അം ലം തുൻദിർഹും, നീ അവരെ താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് കണക്കാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഖുർആൻ പ്രയോജനപ്പെടാത്തവർ കാഫിറുകളാണ്, ഖുർആൻ ഉപകാരപ്പെടാത്തവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ 6 കാര്യങ്ങളെയും നിഷേധിക്കുന്നവർ, അവർ മുത്തഖികളാവാൻ തയ്യാറല്ലാത്തവരാണ്. അവർ ബിൽ ഗൈബ് അഥവാ കാഫിറുൻ ബിൽ ഗൈബാണ്.
കാണാത്തതിൽ അദൃശ്യകാര്യങ്ങളിൽ അവിശ്വസിക്കുന്നവരാണവർ. രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തത്, അവർ നമസ്കാരം കൃത്യമായും ക്രമത്തിലൊന്നും നിർവഹിക്കാത്തവരാണ്. നാലാമത്തത്, അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് അവർ ചെലവഴിക്കൂല. അള്ളാഹ് പറഞ്ഞതുപോലെ ഒന്നും അവർ സമ്പത്ത് ചെലവഴിക്കൂല. 5, അവർ അൽ കാഫിറു ബിൽ കുതുബ് അസ്സമാവിയ്യ, ദൈവിക ഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്നവരാണ്. 6ാമത്തത് അൽ കാഫിറു ബിൽ ആഖിറ, പരലോകത്തെ നിഷേധിക്കുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ ഉപകാരപ്പെടില്ല. അവർ മുത്തഖിയല്ല, അവർ മുഅ്മിനല്ല, അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജാഗ്രതയോ സൂക്ഷ്മതയോ ഒന്നും കൈകൊള്ളുന്നില്ല. അല്ലാഹുവെ നിഷേധിക്കുന്നവരാണവർ. അവർക്ക് ഈ ഖുർആൻ ഉപകാരപ്പെടുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. ആരാണ് കാഫിർ? ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് കാഫിർ. ആരാണ് കാഫിർ? പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് കാഫിർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വളരെയേറെ തെറ്റിദ്ധാരണ ഉടലെടുക്കുമെന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ നാട്ടിൽ അത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകും. അമുസ്ലിമായ ആളുടെ പേരല്ല കാഫിർ. മുസ്ലിം അല്ലാത്ത ആളുകളൊക്കെ കാഫിറാണ് എന്ന ധാരണ ആദ്യം തിരിക്കുക. ഗൈറു മുസ്ലിം, മുസ്ലിം അല്ലാത്തവൻ കാഫിറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ആളുകളെ കാഫിർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. മുസ്ലിം അല്ലാത്ത ആളുകളൊക്കെ കാഫിർ, അവൻ കാഫിറാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ് കാഫിർ എന്നത്. ഇപ്പോൾ മുഅ്മിൻ വിശ്വാസി ആരാണ്, അവിശ്വാസികൾ, നിഷേധികൾ, ഇങ്ങനെ 3 വിഭാഗമുണ്ട്. വിശ്വാസികൾ, വിശ്വാസികളല്ലാത്തവർ, നിഷേധികൾ. നിഷേധികൾ എന്ന് പറയുന്ന വിഭാഗമാണ് കാഫിർ. വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു വിഭാഗമുണ്ട്, അവരല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ കമ്മ്യൂണിസത്തിനെതിരാണ്. ആ വിഭാഗത്തെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മുസ്ലിങ്ങളല്ലാത്തവരെ കാഫിർ എന്ന് വിളിക്കുകയാണ്. മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിറാണ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ലോകത്താകെ 2 വിഭാഗം, ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് കാഫിർ. അല്ല, ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കാൻ അവസരം കിട്ടി അതിനെ ബോധപൂർവം തള്ളിക്കളയുന്നവനാണ് യഥാർത്ഥത്തിൽ കാഫിർ, നിഷേധി. അപ്പൊ കുഫർ എന്നതിന് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ, കുഫർ എന്നതിനുള്ള അർത്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പ്രധാനമായും 3 അർത്ഥമുള്ളതായി കാണാം കുഫറിന്. കാഫിറുകൾ എന്ന് പറയുന്ന വിഭാഗം ഈ 3 അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായും കാണാം. ഒരർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നിഷേധികൾ എന്നതാണ്, നിഷേധിച്ചു. രണ്ടാമത്തെ അർത്ഥം മറച്ചു വെച്ചു. മൂന്നാമത്തെ അർത്ഥം നന്ദികേട് കാണിച്ചു. കഫറ എന്ന പദത്തിന്റെ അർത്ഥം മൂടിവെച്ചു, മറച്ചു വെച്ചു എന്നാണ് കഫറ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കർഷകനെ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട്. കൃഷി ചെയ്യുന്ന ആളെ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കർഷകരൊക്കെ പോയി കാഫിർ എന്ന് വിളിക്കാൻ നിൽക്കണ്ട. പരിശുദ്ധ ഖുർആൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ഹദീദ്
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വ ലഹുവുൻ വ സീനത്തുൻ വ തഫാഖുറുൻ ബൈനകും വ തകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. എന്നിട്ട് അല്ലാഹു പറയാണ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു. അറിയുക, ഇഹലോക ജീവിതം വെറും കളിയും തമാശയുമാണ്, പുറംപൂച്ചും പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനങ്ങളാണ്, സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമ നടിക്കലാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് അതൊരു മഴ പോലെയാണ്. മഴ വഴി ചെടികൾ ഉണ്ടാകുമ്പോൾ കർഷകർ അത് കണ്ട് സന്തോഷിക്കുന്നു. അഅജബൽ കുഫാറ നബാതുഹു. മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ കർഷകർ, അതിൽ നിന്ന് വിളവിങ്ങനെ ഉണ്ടാകുമ്പോൾ കർഷകർ അത് കണ്ട് അത്ഭുതപ്പെടുന്നു, സന്തോഷിക്കുന്നു. ഇവിടെ കർഷകർ എന്നർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറിന്റെ ജമ്മു കുഫാർ എന്ന് ഉപയോഗിച്ചത്. ഇവിടെ മറച്ച്, അതായത് മണ്ണിലേക്ക് വിത്ത് മറച്ചു വെക്കുന്നവൻ എന്നർത്ഥത്തിലാണ് കർഷകനെ കാഫിർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സിൽ നന്മയോട് സ്നേഹം, തിന്മയോട് വെറുപ്പ്, ഇത് അല്ലാഹു മനുഷ്യന്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്തു ശംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വനഫ്സിൻ വമാ സവ്വാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. വനഫ്സിൻ വമാ സവ്വാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നഫ്സിനെ, ആത്മാവിനെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യാണ്. അതിനെ നേരെയാക്കിയവൻ, അതിനെ ശരിയാക്കിയവൻ അല്ലാഹുവാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാ. ആ നഫ്സിന് ധർമ്മവും അധർമ്മവും ഒക്കെ അല്ലാഹു ആദ്യം തന്നെ ചെറുതായി ആ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനെ പരിപോഷിപ്പിക്കുകയും അതിനെ നന്നാക്കുകയും ചെയ്തവൻ ജയിച്ചു, അല്ലാത്തവൻ തോറ്റു. അത് അഫ്ലഹ മൻ സക്കാഹ. അതിനെ പരിപോഷിപ്പിച്ച്, അതിനെ വൃത്തിയാക്കി, അതിനെ കഴുകി തുടച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ ജയിച്ചു. അതാണ് സക്കാഹ. എന്നാൽ അതിനെ വൃത്തികേടാക്കിയവൻ, മലിനപ്പെടുത്തിയവൻ തോറ്റു. മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ നന്മയോട് ഒരു സ്നേഹവും തിന്മയോട് ഒരു വെറുപ്പുണ്ട്. ഇതിനെയൊക്കെ മറച്ചു വെച്ച് നന്മയോടുള്ള സ്നേഹത്തെയൊക്കെ ഒളിപ്പിച്ചു വെച്ച് തിന്മയുടെ പിന്നാലെ പായാൻ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അവനാണ് കാഫിർ, അവനാണ് യഥാർത്ഥത്തിൽ നിഷേധി. ഇത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യരിൽപ്പെട്ട സത്യം മുന്നിലെത്തി അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ പ്രധാനമായും രണ്ട് വിഭാഗമാണ് അവിടെ അഭിസംബോധിതരായിട്ടുള്ളത്. ഒന്ന്, മദീനയിലുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന അഹ്ലുൽ കിതാബ്, വേദത്തിന്റെ ആളുകൾ. രണ്ടാമത്തേത് മക്കയിലുള്ള മുശ്രിക്കുകൾ. ഈ രണ്ട് വിഭാഗവും ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാണ് എന്ന് വ്യക്തമായും മനസ്സിലാക്കിയിട്ട് തള്ളിക്കളഞ്ഞ ആളുകൾ മദീനയിലുണ്ട്. അവർക്കറിയാം നബി അള്ളാഹുവിന്റെ ദൂതനാണ്. അതുകൊണ്ടാണ് സഫിയ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പ പറഞ്ഞ കാര്യം ഉദ്ധരിക്കുന്നത്. അതാ പ്രവാചകൻ തന്നെയാണോ എന്ന് തന്റെ എളാപ്പ ചോദിക്കുമ്പോൾ ഉപ്പ പറയുന്നത് അതന്നെയാണ്, പക്ഷെ എന്നാലും ഞാൻ അയാളെ എതിർക്കും എന്ന് പറയുന്നു. അപ്പോൾ സത്യം മനസ്സിലായിട്ടും അതിനെ എതിർക്കുന്നയാളുകൾ. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. ഏതാ സൂറത്ത്? സൂറത്തുൽ ബയ്യിന തുടങ്ങുന്നതാണ്. മുശ്രിക്കുകളിലും അഹ്ലി കിതാബുകളിലും പെട്ട നിഷേധികൾ, അവരെല്ലാവരും നിഷേധികളാണെന്നല്ല, അവരിൽ പെട്ട നിഷേധികൾ കാഫിറുകൾ. സത്യം മുന്നിലെത്തിയിട്ടും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാതെ അതിനെ പുറങ്കാലി കൊണ്ട് തള്ളി മാറ്റുന്നവർ, അവരാണ് കാഫിറുകൾ. അല്ലെങ്കിൽ അവർ മാത്രമാണ് കാഫിറുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, കുടം കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, കുടം കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം വെച്ചിട്ട് കാര്യമില്ല. വെള്ളം അതിൽ നിൽക്കണം, എന്ത് ചെയ്യണം? കുടം തുറന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്
കാഫിർ എന്ന് പറയുന്നയാള് സത്യം അയാളുടെ മുമ്പിലെത്തിയിട്ടും അതയാൾക്ക് കാണാൻ സൗകര്യമുണ്ടായിട്ടും അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുടം കമഴ്ത്തി വെച്ചയാളാണ്. അതാണ് ഇന്നല്ലദീന കഫറൂ, നിഷേധികളായ ആളുകൾ. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർ. അതിന്റെ മുകളിൽ പിന്നെ കുറെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ മനസ്സ് തുറന്നിട്ടില്ല. മനസ്സ് അവരെ അടച്ചു വെച്ചിരിക്കുന്നു. അവർ മനസ്സ് അടച്ചു വെച്ച ആ മനസ്സിനോട് പിന്നെ നീ താക്കീത് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. നന്ദികേട് കാണിക്കുക എന്നർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ ഈ പദം കാണാം. വദ്കുറൂനി അദ്കുറുക്കും. അല്ലാഹു സൂറത്തുൽ ബഖറ 152-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂ ലീ വലാ തക്ഫുറൂ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, എന്നോട് നന്ദികേട് കാണിക്കരുത്. അവിടെ വലാ തക്ഫുറൂൻ എന്ന് പറഞ്ഞത് നന്ദികേട് കാണിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ കാര്യം പറഞ്ഞെടുത്ത് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അൻ ഇശ്കുർ ലില്ലാഹ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ. ശുക്ർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും കുഫ്ർ എന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? നന്ദികേട്. നന്ദികേട് ഒരർത്ഥത്തിൽ മറച്ചു വെക്കൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് മറച്ചു വെച്ചിട്ട് അല്ലാഹു ഇതൊന്നും തന്നിട്ടില്ല എന്ന മട്ടിൽ പെരുമാറുന്നതാണല്ലോ നന്ദികേട്. അപ്പോൾ നന്ദികേട് എന്നർത്ഥത്തിലും കുഫ്ർ വരാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം അല്ലാത്തവർ എന്നർത്ഥത്തിൽ കുഫാർ എന്ന് പ്രയോഗിച്ചിട്ടില്ല. മുസ്ലിം അല്ലാത്തവൻ എന്നർത്ഥത്തിൽ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടില്ല. അങ്ങനെ നമ്മളും ഒരു കാരണവശാലും പ്രയോഗിക്കാൻ പാടില്ല. കാരണം സത്യം അറിയാത്തവൻ എങ്ങനെ കാഫിറാകും? നിങ്ങൾ ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ അറിയാത്ത, മനസ്സിലാക്കാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വെറുക്കണം, അവരെ എതിർക്കണം, അവരെ ഉപദ്രവിക്കണം, വഴിയിൽ അവരെ കാണുമ്പോൾ അവരെ തള്ളണം എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിലോ അയാൾക്ക് ഖുർആൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഹദീസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഏത് പശ്ചാത്തലത്തിലാണ് ആയത്തുകളും ഹദീസുകളും എന്ന് മനസ്സിലാക്കാതെ അത് പറയാൻ തുടങ്ങിയാൽ ഇതുപോലുള്ള വിഡിത്തം പറയും. അയൽപ്പക്കക്കാരനായ മുസ്ലിമിൻ്റെ, കാഫിറിൻ്റെ അവൻ്റെ വെളിച്ചം പോലും എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അത്രയും വലിയ ഒരു മുത്തക്കയാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ആളുകൾ പറയുമ്പോൾ എന്താണ് ഈ കുഫർ, എന്താണ് ഈ കാഫിർ, ആരാണ് കാഫിർ? യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം അവർ കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ആരാണ് മുഹമ്മദ് നബി, എന്താണ് നബി പഠിപ്പിച്ചത്? ഇതൊന്നും അറിയാത്ത കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. അവരെയൊക്കെ ഒറ്റടിക്ക് കാഫിറുകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റില്ല എന്നാണ് ഖുർആനും ഹദീസും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആനിൽ ആരാണ് കാഫിറുകൾ എന്ന് അല്ലാഹു വിശദീകരിക്കുന്നത്. ആരാണ് കാഫിർ? അള്ളാഹുവിനെയും അവൻ്റെ ദൂതന്മാരെയും തള്ളിപ്പറയുന്നവർ. അള്ളാഹുവിനെ നിഷേധിക്കുന്നു, അവൻ്റെ ദൂതന്മാരെ തള്ളിപ്പറയുന്നു. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനും അവൻ്റെ ദൂതന്മാർക്കുമിടയിൽ വിവേചനം കൽപ്പിക്കുന്നവർ. പിന്നെ മൂന്നാമത്തത്, ഞങ്ങൾ ചില ആളുകളെ വിശ്വസിക്കും, ചില ആളുകളെ തള്ളിക്കളയും എന്ന് പറയുന്നവർ. എന്നിട്ട് അള്ളാഹു പറയാണ്, അറിയുക, അവർ തന്നെയാണ് യഥാർത്ഥ സത്യനിഷേധികൾ. ഇപ്പൊ കാഫിർ, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ സത്യനിഷേധികൾ. അതായത് പ്രവാചകന്മാരെ പഠിച്ച് പ്രവാചകന്മാരെ തള്ളിക്കളയുന്നത്, ചില പ്രവാചകന്മാരെ സ്വീകരിക്കുകയും മറ്റു ചില പ്രവാചകന്മാരെ തള്ളിക്കളയുകയും ചെയ്യുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത്, പ്രവാചകന്മാരെ നിഷേധിക്കുന്നത്, ഇവരാണ് യഥാർത്ഥത്തിൽ കാഫിറുകൾ. പ്രവാചകന്മാരെന്നെ അറിയാത്തവർ പിന്നെ എങ്ങനെ പ്രവാചകന്മാരെ നിഷേധിക്കുക? സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിശദീകരിക്കുന്നു ആരാണ് കാഫിർ. വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റാ ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹി വലഹും അദാബുൻ അളീം.
അവിശ്വസിച്ചവൻ, തുറന്ന മനസ്സോടെ സത്യനിഷേധം സ്വീകരിച്ചവൻ, ഞാനിതാ ഈ സത്യം തള്ളിക്കളയുന്നു എന്ന് തുറന്നു പറയുന്നവൻ, പ്രഖ്യാപിക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ കുഫറിനെ സ്വീകരിച്ചവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ൽ 106-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ അല്ലാഹു പറയാണ്, ഇങ്ങനെ നേരത്തെ പറഞ്ഞ 6 ഗുണങ്ങളെയും തള്ളിക്കളയുന്നവൻ, നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകന്മാരെയും അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും പരലോകത്തെയും പരസ്യമായി നിഷേധിക്കുന്നവൻ, നമസ്കരിക്കാത്തവൻ, അള്ളാഹു കൊടുത്ത ധനത്തിൽ നിന്ന് ചെലവഴിക്കാത്തവൻ, ഇവരാണ് കാഫിറുകൾ. അവർക്ക് ഈ ഖുർആൻ ഉപകാരപ്പെടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന് നമ്മൾ അർത്ഥം പറയുന്നത്, ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും മുസ്ലിങ്ങളല്ലാത്തവർ അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, നീ അവരെ താക്കീത് ചെയ്താലും താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ ഇതിന് അർത്ഥം പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാ ദഅവത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യം തന്നെ അതോടുകൂടി അപ്രസക്താവില്ലേ? മുസ്ലിങ്ങൾ, ഇപ്പോൾ മുസ്ലിങ്ങളായവർ മാത്രം മുസ്ലിം, ഇനി ആരും മുസ്ലിങ്ങളാകാൻ പറ്റില്ല. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നതെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പണിയിട്ടുന്നത്? വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു ദൗത്യം ഏൽപ്പിച്ചില്ലേ? നിങ്ങൾ ജീവിതം കൊണ്ട് സാക്ഷികളാവുക, സത്യത്തിന് സാക്ഷികളാവുക. അത് കാണട്ടെ ജനങ്ങൾ, അത് മനസ്സിലാക്കട്ടെ ജനങ്ങൾ. എന്താ അതിനർത്ഥം? ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. സത്യത്തെ നിഷേധിക്കുകയും പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുകയും ചെയ്ത ആളുകൾ, അവർ അവരുടെ മനസ്സ് കമഴ്ത്തി വച്ചിരിക്കുന്നു, അതിലേക്കൊന്നും കടക്കില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ലാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞത്. സത്യപ്രബോധനം തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരാണവർ. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആലോചിച്ചു, ഖുർആനിൽ മുസ്ലിങ്ങളല്ലാത്തവരെ മൊത്തത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള പദം യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. വലഖദ് കറംനാ ബനീ ആദം, ബനൂ ആദം, ആദമിന്റെ സന്തതികൾ എന്നാണ്. ആദമിന്റെ സന്തതികൾ, മാനവർ, മനുഷ്യർ എന്നൊക്കെയാണ് അല്ലാഹു സംബോധന ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ അവൻ ഏത് വിശ്വാസക്കാരനാവട്ടെ, ഏത് ജാതിയാവട്ടെ, അവൻ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവന്റെ വിശ്വാസം ഏതോ ആവട്ടെ. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് സത്യവിശ്വാസികൾക്കുണ്ടാവൽ വളരെ വളരെ അനിവാര്യമാണ്, ഇല്ലെങ്കിൽ വളരെ അപകടകരവുമാണ്. ഇപ്പോ സാമൂഹ്യ സാഹചര്യത്തിൽ സൗഹാർദ്ദം നിലനിൽക്കുന്നതിനു വേണ്ടി അന്നത്തെ കാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു നിർദ്ദേശമാണ്. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമി കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമുദായിക സാമൂഹ്യ സൗഹാർദ്ദം പഠിപ്പിക്കുന്നത്. ശരിക്കും വിഗ്രഹങ്ങൾ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ അവർ ദൈവങ്ങളാണെന്ന് വിചാരിക്കുന്നതാണ്. അവയെ നിങ്ങൾ ശകാരിക്കരുത്, ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും. ഓരോ സമുദായത്തിനും അവർ ചെയ്യുന്നത് വലിയ നല്ല കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, ആ വിഗ്രഹങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള അവസ്ഥ, മാനസികാവസ്ഥ അവർക്കില്ല.
അതുകൊണ്ട് ഒരു കാരണവശാലും അവർ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ, അവരുടെ പൂജാ വിഗ്രഹങ്ങൾ, അവരുടെ ദൈവങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ ചീത്ത പറയരുത്, ശകാരിക്കരുത്. അതവരുടെ വികാരത്തെ വ്രണപ്പെടുത്തും. അങ്ങനെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. സൂറത്തുൽ അൻആം 108-ാമത്തെ ആയത്ത്. ഓരോരുത്തർക്കും അവരവരുടെ ആദർശം, അവരുടെ കർമ്മങ്ങൾ, അവരുടെ ചെയ്തികൾ അതൊക്കെ വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നും അതെന്ത് വെഡിത്താണ്, നമുക്കങ്ങനെ തോന്നാം. പക്ഷെ നമ്മുടെ തോന്നലിനനുസരിച്ചാവരുത് നമ്മുടെ പെരുമാറ്റം. ഇതെന്ത് വിഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ കളിയാക്കുകയോ അതിനെ പരിഹസിക്കുകയോ അതിനെ ചീത്ത പറയുകയോ ചെയ്യരുത് എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു. അങ്ങനെ ചെയ്യരുത്. സാമുദായിക സൗഹാർദ്ദം നിങ്ങൾ തകർക്കരുത്. അടുത്ത ആയത്ത്, 7-ാമത്തെ ആയത്ത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു സീല് വെച്ചിരിക്കുന്നു. ഖത്ം എന്ന് പറഞ്ഞാൽ സീലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയ, പ്രവാചകന്മാരെ വന്ന പരമ്പര നബിയോടുകൂടി അള്ളാഹു അടച്ച് സീല് വെച്ചു, ഇനി അത് തുറക്കില്ല. അപ്പൊ അങ്ങനെ അടച്ച് മുദ്ര വെക്കുന്നതിനാണ് ഖതമ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിന് അള്ളാഹു സീല് വെച്ചിരിക്കുന്നു. വഅലാ സമഇഹിം, അവരുടെ കാതുകൾക്ക് അള്ളാഹു സീല് വെച്ചിരിക്കുന്നു. വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കണ്ണുകൾക്ക് ഒരു മൂടിയുണ്ട്, ഒരു മൂടലുണ്ട്, ഒരു തടസ്സമുണ്ട്. വലഹും അദാബുൻ അദീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന് സീല് വെച്ചതുകൊണ്ട് അവർ അവിശ്വാസികളോ നിഷേധികളോ ആയി മാറിയതല്ല. പിന്നെയോ അവർ സ്വയം നിഷേധികളായി മാറുകയും ധിക്കാരികളായി മാറുകയും നന്ദി കെട്ടവരായി മാറുകയും ചെയ്തപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന് സീല് വെച്ചത്. ഹൃദയത്തിന് സീല് വെച്ചു, കാതുകൾക്ക് സീല് വെച്ചു, കണ്ണുകൾക്ക് സീല് വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പിന്നെ അവർക്ക് കണ്ണ് കാണാതായി എന്നാണ്, അവർക്ക് കാത് കേൾക്കാതായി എന്നാണ്, അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാതായി എന്നാണ്? അല്ല, ഖുർആൻ തന്നെ പറയുന്നു. പക്ഷെ അവർക്ക് വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്കതൊക്കെ ഉണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, ഹൃദയം. പക്ഷെ ഉപകാരമില്ല. കണ്ണുകൊണ്ടവർ കാണേണ്ടത് കാണുന്നില്ല, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണ്. കന്നുകാലികളെക്കാൾ മോശമാണ്. കന്നുകാലികൾക്ക് ഒന്നും തിരിയില്ല, കാരണം അവർക്ക് വിവേകമല്ല, ബുദ്ധിയില്ല. ഇത് ഈ മനുഷ്യന് ബുദ്ധി ഉണ്ടായിട്ടും തിരിയാതിരിക്കുകയാണെങ്കിലോ അപ്പൊ കന്നുകാലികളെക്കാൾ മോശമല്ലേ? അതാണ് ബൽഹും അതല്ലെന്ന് പറഞ്ഞത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും പറയുന്നത്. അവർക്ക് അല്ലാഹു നല്ല ഹൃദയം കൊടുത്തിട്ടുണ്ട്, ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കണ്ണ് കൊടുത്തിട്ടുണ്ട്, കാത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവർ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സ്വയം ഹൃദയം അവർ മൂടി വെച്ചു, മനസ്സിലാക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇങ്ങോട്ടത് കൊണ്ടുവരേ വേണ്ട, നിങ്ങളത് സത്യമൊന്നും എനിക്ക് കേൾക്കുന്ന വേണ്ട എന്നാണ് ഒരാൾ പറയുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അവരുടെ കണ്ണ് കാണൂല, അവരുടെ കാത് കേൾക്കൂല, അവരുടെ മനസ്സ് കാര്യങ്ങൾ കാണുന്നില്ല. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറയുന്നുണ്ട്, നാളെ പരലോകത്തെ ആളുകൾ കണ്ണുപൊട്ടന്മാരായിട്ട് എഴുന്നേൽക്കുന്നു, നിഷേധികളെ. എന്നിട്ട് അവരിങ്ങനെ തപ്പുമ്പോൾ അവർ പറയുന്നുണ്ട്, ഖാല റബ്ബി ലിമ ഹശർതനീ വഖദ് കുന്തു ബസീറാ. ഞാൻ നല്ല കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ ഭൂമിയിൽ, ഇപ്പം എന്താ എനിക്ക് കണ്ണ് കാണാത്തത്? നാളെ ഏറ്റവും ഇങ്ങനെ തപ്പിത്തടയും. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് കൂടി പറഞ്ഞതാവാം. യഥാർത്ഥത്തിൽ അവന് ഇവിടെ നിന്ന് കാഴ്ച ഉണ്ട് എന്നേ ഉള്ളൂ, യഥാർത്ഥത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് നാളെ അവൻ കണ്ണുപൊട്ടനായിട്ടാണ്.
സൂറത്തുൽ ഹദീദിൽ കാണാം യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനൂ. നാളെ മുനാഫിഖുകളും മുനാഫിഖാത്തുകളും, മുനാഫിഖ് പുരുഷന്മാർ സ്ത്രീകളും പറയും സത്യവിശ്വാസികളോട്, ഒന്ന് നിൽക്കോ ഞങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ വെളിച്ചൊന്ന് തരുമോ. നമ്മൾ ഈ സുഹൃത്ത് മുമ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. കോഴിക്കോടികളവിടുന്ന് നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ചായിരുന്നു ഈ വിളക്ക് കിട്ടേണ്ടത്, ആ വെളിച്ചം അവിടുന്ന് കൊണ്ടുവരണ്ടില്ല, ഇവിടെ നിങ്ങൾ വെളിച്ചം ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവരോട് പറയും. അതുകൊണ്ട് പോയിക്കോ, മടങ്ങിപ്പോയിക്കോ എന്ന് അവരോട് പറയപ്പെടുന്നു. ഈ ഭൂമിയിൽ വെച്ച് കാണേണ്ടത് കാണാതായി പോകുന്നു എന്നതാണ് അവരുടെ തകരാറ്. സ്വയം അവരവരുടെ മനസ്സിന് മൂടി വെച്ചപ്പോൾ അള്ളാഹു ഇന്ന് സ്വീകരിച്ചു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം ഒരാൾ മാറ്റത്തിന് തയ്യാറായാലേ അള്ളാഹു അയാളെ മാറ്റും. ഇവിടെ ഇവർക്ക് എന്താ സംഭവിച്ചത്? കാഫിറുകൾക്ക് എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ വരുന്നു, പ്രവാചകൻ അവരുടെ മുമ്പിലുണ്ട്, എന്നിട്ടും ആ സത്യം അവർ മനസ്സിലാക്കിയിട്ടും അവർ തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിന്, അവരുടെ ഹൃദയത്തിന് സ്വീകരിച്ചു. അതാണ് ഈ പറയുന്ന ഈ ആയത്തിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.